അല്ലാഹു നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിൽ നിന്ന് എനിക്ക് തരണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ മലർത്തി നിന്നൊരു നേരമായിരുന്നു അത്. തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഫഅർസല ഇലാ ബഅദി നിസാഇഹി, അവിടുത്തെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഈ പച്ചപ്പാവമായ മനുഷ്യന്? യാ റസൂലല്ലാഹ്, നബിയേ, മാ മഅനാ ഇല്ലൽ മാ, കുടിക്കാനുള്ള വെള്ളമല്ലാതെ നമ്മുടെ കയ്യിലില്ല നബിയേ. കുടിക്കാനുള്ള വെള്ളമല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ഓരോരുത്തരുടെ വീട്ടിലും അന്വേഷിച്ചിറങ്ങിയപ്പോ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് സഹായം തേടി വന്ന പാവമായൊരു സ്വഹാബിയോട്, ഒരു അറാബിയോട് അല്ലാഹുവിന്റെ റസൂൽ കൈമലർത്തി പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. സ്വഹാബികളെ, ഈ രാത്രി ഈ ഒരു അതിഥിയെ ആരാണ് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഇവരെ സൽക്കരിക്കാൻ തയ്യാറുള്ളത്? ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നു. മറ്റാരുമല്ല, അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യയുണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈമിനോട് ചോദിച്ചു, ഉമ്മു സുലൈം, നമ്മൾക്കൊരു അതിഥിയുണ്ട്, ഭക്ഷണമുണ്ടോ വീട്ടിൽ? നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. സാരമില്ല ഉമ്മു സുലൈം, കുട്ടികളോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്ന് ഭക്ഷണമില്ലെന്ന് അവരറിയിച്ച് കുട്ടികൾക്ക് ഒരുക്കി വെച്ച ഭക്ഷണം നമുക്ക് അതിഥിക്ക് കൊടുക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണെന്ന് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു. എന്താണ് ആ ജീവിതമൊക്കെ മുഅ്മിനെ? ഭക്ഷിക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മളൊക്കെ എത്ര നിഅമത്ത്